എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂമൊക്കെ ഒന്ന് ചെറുതായിട്ട് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടെന്ന് പറയാൻ കാരണം ഇത് പെയിൻറ്റിൻ്റെ സ്മെല്ല് പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് അലർജി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് പിന്നെ ഞാൻ സെക്കൻഡ് കോട്ടൊന്നും അടിച്ചിട്ടില്ല. ഈ ഉള്ള പോലെ കാണിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഈ ഒരു ജനലിൻ്റെ അടുത്തുള്ള ആ ഒരു വാളില്ലേ, ആ വാളാണ് കേട്ടോ ഡെക്കർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഈ ബോഹോ ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോഹോ ആർട്ട് കേൾക്കാത്തവരുണ്ടോയെന്ന് അറിയില്ല. സംഭവം നല്ല സിമ്പിളാണ്, എന്നാൽ കാണാനൊരു നല്ല ഭംഗിയുമാണ്. പിൻട്രസ്റ്റിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് റെഫറൻസ് പിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു വാളിൽ ഒരു ഗ്രീൻ തീമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളറിലാണ് പിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒരു റെഫറൻസ് പിക്ക് എടുത്തിട്ട് ഒരു ഔട്ട്ലൈന് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് പെയിൻറ്റ് വെച്ച് ചെയ്യുന്നത്. ആക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പോയിൻറ്റഡ് ബ്രഷ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഉള്ളതിൽ ചെറിയൊരു ബ്രഷ് എടുത്തു. പക്ഷെ അതെന്നോ പെയിൻറ്റ് കൊടുത്തിട്ട് ഉണങ്ങിയതായിട്ടുണ്ടായിരുന്നു. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവം നൈസായിട്ട് പോയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ 2-3 ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് വരച്ചു. പക്ഷെ ഇതിങ്ങനെ ചെയ്താൽ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഉൾഭാഗത്ത് ഗ്രീൻ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതിങ്ങനെ വരച്ചാൽ മതി, ഉള്ളിൽ കളർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് കൊളായി കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രീനൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ 3 പിക്ചേഴ്സ് നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ജസ്റ്റ് ഒരു ബോർഡേഴ്സ് കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒട്ടിക്കാം. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ബാർബിക്യൂ സ്റ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു ബോർഡർ കൊടുക്കുകയാണ്. ആദ്യം അതിൻ്റെ നീഡിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കണം. പിന്നെ വിഡ്ത്ത് അനുസരിച്ചിട്ട് ജസ്റ്റ് ആ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തു. ലെങ്ത്ത് പിന്നെ ഫുൾ ലെങ്ത്ത് കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്നിന് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. ഒന്ന് ഇങ്ങനെ താഴത്തോട്ട് ഒട്ടിച്ചു, ഒന്ന് മറ്റേ സൈഡിൽ നിന്ന് മുകളിലോട്ട് ഒട്ടിച്ചു. അങ്ങനെയാണ് ചെയ്തത്. മറ്റേ 2 വിഡ്ത്തിൽ മാത്രമേ ഒട്ടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ടോട്ടൽ ഇതുപോലെ 3 ഫ്രെയിംസ് ഇതേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമൊക്കെ സെറ്റായ സ്ഥിതിക്ക് ഇനി ഒരു ഹാങ്ങിങ് ഉണ്ടാക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ ഒരു ക്ലോത്ത് റീയൂസിങ് ഐഡിയ എന്ന് പറഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു റിംഗ് ആണ്. റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാർഡ്ബോർഡിൽ ജസ്റ്റ് ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിവിടെ വാഷി ടേപ്സ് കഴിഞ്ഞ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ നമ്മളെടുത്ത ഈ ഓരോ പീസസും കറക്റ്റ് സെൻറ്ററിൽ മടക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലോട്ട് വെച്ചിട്ട് ബാക്കി 2 അറ്റങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് വലിക്കുക. ഇത് ശരിക്കും ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. മാക്രോം ആർട്ടിലുള്ള ഒരു സംഭവം തന്നെയാണ്. മാക്രോം ത്രെഡൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിത്താൽ നല്ല ഭംഗിയാണ്. അടിപൊളി ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് തന്നെ ആയിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ത്രെഡ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ചെയ്തത്. ഒരു ദിവസം നമുക്ക് ചെയ്യണം. പിന്നെ ഈ വൂളൻ ത്രെഡ് വെച്ചിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ. ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ക്ലോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം സെറ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ കെട്ട് കഴിയുന്തോറും നല്ലോണം മാക്സിമം അടുപ്പിക്കുക. എത്രത്തോളം നമ്മൾ അടുപ്പിച്ച് ഇത് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ഭംഗി കൂടി വരും. അതുപോലെ പീസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, മീൻസ് ക്ലോത്ത് പീസ് എടുക്കുമ്പോൾ അധികം വിടുത്തില്ലാണ്ട് കട്ട് ചെയ്യുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ സംഭവം ഞാൻ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ലൈക്ക് ഒന്ന് ചെയ്തിട്ട് അതുപോലെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലോണം വലിച്ചിട്ട് മുറുക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കാം. നെക്സ്റ്റ് ഒരു ഫ്രെയിം എന്നൊക്കെ തന്നെ പറയാം. ഇത് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഗ്രീൻ തീമിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ യെല്ലോ. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്.
പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡെസ്ക് ഡെക്കോറൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പോസ്റ്റേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിരുന്നു. അതിന് കുറച്ച് ഗ്രീൻ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്തെടുത്ത ആ ഒരു കവറിങ്ങിന് പുറമെ വേറൊരു പീസ് വെച്ചിട്ട് ഒന്നും കൂടെ ഇതേ ഹാഫ് പോർഷൻ ഒന്ന് കവർ ചെയ്തിട്ടെടുത്തു. ഒക്കെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഫോട്ടോയും ഒരു പോസ്റ്ററും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതാണ് ഒരൈറ്റം. ഇനി ഇതിൻ്റെ വലിയ സൈസിൽ ഒന്നും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി സൈസുള്ളൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുത്തു. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കേട്ടോ. പിന്നെ 2 പോസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ദേ ഈ ഒരു ഗ്രീനും പിന്നെ ഒരു ഗ്രിഡ് ലൈൻ വരുന്നതും. അപ്പോൾ അത് ഡയറക്റ്റ് ഒട്ടിച്ചാൽ വലിയൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ, മറ്റതുപോലെ തന്നെ ആവില്ല. അപ്പോൾ ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ കയ്യിലൊരു വൈറ്റ് ത്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് അവിടെ എവിടെയും ബാക്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫോട്ടോസ് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു 2 ഫോട്ടോസ് ഇതുപോലെ വെക്കുമ്പം എന്തോ ഒരു കുറവ്. അപ്പോൾ ഞാൻ ആ ഗ്രിഡ് ലൈൻ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ എന്താ പറയുക ഡെക്കറേഷൻ ഐറ്റംസിലൊക്കെ കാണാറില്ലേ ഇങ്ങനെ ഒരു ഷേപ്പിൽ, അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2 പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് 2 സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് വോളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കാണ്ടിരിക്കുക, കാരണം വോൾ ആകെ വൃത്തികേടാവും പിന്നെ പറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അത് നോക്കുക. സോ 3 ഫ്രെയിംസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു സർക്കിളിൻ്റെ ആ സംഭവം ഒന്ന് 2 നടുവിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ സർക്കിൾ മറ്റേ സൈഡിൽ ഒട്ടിച്ചു. പിന്നെ നമ്മൾ നേരത്തെ ക്ലോത്ത് വെച്ചിട്ടുണ്ടാക്കി ഈ ഒരു ഐറ്റം അത് ഞാൻ ഈ 2 താഴത്തായിട്ട് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ജസ്റ്റ് ഒരു കോർണറിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ പ്രിൻ്റ് എടുത്തിരുന്നതിൽ 2 ഗ്രീൻ കളർ വരുന്ന പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്. നമ്മളെ വീട്ടിലൊരു പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇതുപോലെ ഒരേ സൈസിൽ 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞൊരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കയ്യിൽ ആയിക്കഴിഞ്ഞാൽ ഈ ഫെവിക്കോൾ അല്ല സൂപ്പർ ഗ്ലൂ ആയാലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഒരു ഇത് വരുന്നത്, അതുപോലെയാണ് നല്ല ഒരു പുകയൊക്കെ വരുന്നത് ഒട്ടിക്കുമ്പം. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഇനി ഇത് കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പോകുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് സ്നേക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊരു ബോട്ടിലാക്കിയിട്ട് ഇത് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തൊന്ന് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ആ സൈഡിലാക്കിയിട്ടാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാളിൽ എത്രയേ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഒരുപാട് കുത്തി നിറക്കാൻ തോന്നുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നിർത്തി. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. പിന്നെ മറ്റേ സ്വിച്ചിൻ്റെ മുകളിൽ വരുന്ന പോർഷനിൽ നമ്മൾ ഉണ്ടാക്കിയ വാൾ ഗ്രിഡ് ഉണ്ടായിരുന്നു, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴത്ത് ജസ്റ്റ് ഒരു ഫോം ഷീറ്റ് ഗ്ലൂ കൊണ്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഈ ഒരു ക്യാൻഡിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതുപോലെ ഞാൻ മറ്റേ സൈഡിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞ് മേക്ക് ഓവർ വീഡിയോ ആയിരുന്നു. ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്